എൻ്റെ പേര് ബിജു ജോൺ എന്നാണ്. ഞാൻ എറണാകുളം എളമക്കര സെൻറ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ്. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് അവസരം ലഭിച്ചതിന് ദിവ്യകുമാരനും കൃപാസന മാതാവിനും ഒരാട് കൂടി നന്ദി. ഞാൻ 2025 ഫെബ്രുവരി മാസം 16 തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം മക്കളുടെ പഠനം തുടർന്ന് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മൂത്തയാൾ ACCക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആളാണ് എൻ്റെ കൂടെയുള്ളത്, മകളാണ്. മകളുടെ പേര് ജിഷ എന്നാണ്. ജിഷ ജർമ്മനിയിലെ 2023 ഏപ്രിൽ മാസം നഴ്സിംഗ് പഠനത്തിനായിട്ട് ചേർന്നു. അവൾ ചേർന്ന സ്കൂളിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് പോയ കുട്ടിയായിരുന്നു ഇവൾ. കൂടാതെ അവളുടെ ക്ലാസ്സിൽ പല രാജ്യത്തുനിന്നുള്ള ആളുകളുണ്ടായിരുന്നെങ്കിലും ആരും ഒരു സഹകരണം ഒന്നുമില്ലാത്ത കുട്ടികളായിരുന്നു. ഇവൾ ഒറ്റപ്പെട്ടായിരുന്നു ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നത്. അതുപോലെ ആശുപത്രിയിൽ പ്രാക്ടിക്കൽ എക്സാമിന് പോയപ്പോഴും അവിടെ ആദ്യമുണ്ടായിരുന്ന ട്യൂട്ടർ നല്ല ട്യൂട്ടറായിരുന്നു, ഇവളോട് കാര്യമായിരുന്നു. പക്ഷെ അവർ ഇടയ്ക്ക് വെച്ച് രാജിവെച്ച് പോയി. പിന്നീട് വന്ന ട്യൂട്ടർ മാർക്കൊന്നും കൊടുക്കില്ല, എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലാസ് ടീച്ചർ ഇവൾക്ക് സഹകരണം ഉണ്ടായിരുന്നു. ക്ലാസ് ടീച്ചർ ഇവളെ കൂടെ ചേർത്ത് നിർത്തി എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഫൈനൽ പരീക്ഷയുടെ ഇത് വന്നപ്പോൾ നമുക്ക് ട്യൂട്ടറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടി. അപ്പോൾ ഇവൾക്ക് പരിചയമുള്ള ആദ്യ വർഷം പഠിപ്പിച്ചിരുന്ന ഒരു ട്യൂട്ടറെ തിരഞ്ഞെടുക്കാനും സാധിച്ചു. ട്യൂട്ടറെ തിരഞ്ഞെടുത്തു. അതുപോലെ ചെയ്ത മാർക്കിടാത്ത ഇതിനെല്ലാം ടീച്ചർ അവിടെ ഇവൾക്ക് വേണ്ടി വാദിക്കുകയും മാതാവിടെ ഞങ്ങളിപ്പോഴും വിചാരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഇവളുടെ കൂടെ ഇടപെട്ട് അത് ടീച്ചറിലൂടെ സംഭവിച്ചു എന്നാണ് ഞങ്ങളിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ട്യൂട്ടർ മാർക്കിടുകയും ഇവളെ വിജയകരമായി പരീക്ഷകൾ പാസ്സാവാനും തുടർന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഏപ്രിൽ 1 തീയതി ഇവളുടെ കോഴ്സ് പൂർത്തിയായി അവിടെ പഠിച്ച സ്കൂളിൽ തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കാനും സാധിക്കുവാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ പ്രത്യേകം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ മാസം 26 തീയതി ഇവളുടെ കോഴ്സ് പൂർത്തിയായി. അവളുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത കുട്ടികളിൽ ഒരാളായിരുന്നു ഇവളെന്ന് ടീച്ചർ അവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. തുടർന്ന് മെയ് 1 തീയതി ഇവൾ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് 1 മാസത്തെ ലീവ് എടുത്തപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അമ്മയോട് നന്ദി പറയാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത്, ഞാനിവിടുന്ന് പത്രം ഇടയ്ക്ക് എല്ലാ മാസവും ഞാനിവിടെ വരും. ഉടമ്പടി പുതുക്കുന്നത് കൂടാതെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് പബ്ലിക് പ്ലേസുകളിലാണ് ഞാൻ കൊടുത്തിരുന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. രോഗികളായി കഴിയുന്നവരെ പോയി കാണാറുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലും ഓൺലൈനിലും പത്രത്തിലൊക്കെ രോഗികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഇതിലൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യാനും ഒക്കെ സഹായിക്കാറുണ്ട്. ആശുപത്രിയിൽ പോയി രോഗികളെ കാണാറുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തീരെ ഗതിയില്ലാത്ത ആളുകളുണ്ട്, അവരെ ഞാൻ സഹായിക്കാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി കുർബാന മുടക്കാറില്ല. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. കുർബാന കൈക്കൊള്ളാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും മാതാവ് സഹായിച്ചതിന് ഒത്തിരി നന്ദി. ഉടമ്പടിയിൽ തീക്ഷ്ണതയോടെ തുടരുവാനുള്ള കൃപ നൽകിയതിന് ഒത്തിരി നന്ദി. എൻ്റെ പേര് ജിഷ ക്ലെയർ ബിജു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജനുവരി 17 തീയതിയാണ്. അത് എടുക്കാൻ കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ക്ലാസ്സിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിലാരും എൻ്റെ അടുത്ത് സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റപ്പെടലായിരുന്നു.
ക്ലാസ്സിൽ ഒറ്റപ്പെടലൊക്കെ ആയിരുന്നു. അർഹതപ്പെട്ട മാർക്ക് പോലും എനിക്ക് എൻ്റെ പ്രാക്സിസ് ലൈറ്റർ, അതായത് എൻ്റെ ആശുപത്രിയിലെ ട്യൂട്ടർ എനിക്ക് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ മെയിൻ പരീക്ഷ ഓർത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ ക്ലാസ്സിൽ പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യാനൊന്നും എനിക്ക് പാടായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും എൻ്റെ അടുത്ത് നല്ല ഒരു ഫാമിലി പോലെയായിട്ട് അവരെൻ്റെ അടുത്ത് ഒരു നന്നായിട്ട് സംസാരിക്കാനും തുടങ്ങി. ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെ എന്നെ കൂട്ടത്തിൽ കൂട്ടാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് എൻ്റെ പരീക്ഷയിൽ എനിക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എൻ്റെ കൂടെ എൻ്റെ ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറാണ് എനിക്ക് മാതാവിൻ്റെ രൂപത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും എൻ്റെ മാർക്ക് കുറഞ്ഞു പോയിട്ടും അവൾ എനിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു, എൻ്റെ ട്യൂട്ടറിന് വേണ്ടി. ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേറൊരു ട്യൂട്ടറിനെ വേണോ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേറൊരു പ്രാക്സിസ് ലൈറ്ററിനെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാക്സിസ് ലൈറ്ററിനെ ഞാൻ വേറൊരു പ്രാക്സിസ് ലൈറ്ററിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ എക്സാമിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ ആദ്യം എടുത്ത പേഷ്യൻ്റാണെങ്കിൽ ഇതുപോലെ സീരിയസ് ആയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം ഞങ്ങൾക്ക് സാധാരണ ജർമ്മനിയിൽ അവിടെ പ്രാക്ടിക്കൽ പരീക്ഷ 2 ദിവസങ്ങളിലാണ് നടക്കുന്നത്. ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എഴുതുന്ന പരീക്ഷയാണ്. അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോയി ബാക്കി കാര്യങ്ങൾ എഴുതാനും ഒക്കെയുണ്ട്. അപ്പം ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചർ പറയുന്നത്, നിൻ്റെ ആദ്യത്തെ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് പോയി, നീ അടുത്ത പേഷ്യൻ്റ് എടുക്കുന്നുണ്ടോ അതോ നിനക്ക് പരീക്ഷ മാറ്റി വെക്കണോ? ഉടമ്പടി എടുത്തുകൊണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇന്ന് തന്നെ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ആശുപത്രിയിലേക്ക് പോയി രണ്ടാമത് പേഷ്യൻറ്റിനെ എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു പോയിട്ട് എനിക്ക് രണ്ടാമത് പേഷ്യൻറ്റിനെ കിട്ടി. അപ്പം രണ്ടാമത് പേഷ്യൻറ്റിനെ കിട്ടി ഞാൻ എഴുതി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ടീച്ചർ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇത്രയും നേരമായി, നിനക്ക് അടുത്ത ദിവസത്തേക്ക് നീ ഇത് എഴുതി തീർക്കുമോ അല്ലെങ്കിൽ നിനക്ക് ചെയ്ത് തീർക്കുമോ? ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് പേഷ്യൻറ്റിൻ്റെ അഡ്വൈസ് ബെറാറ്റും എന്ന് പറയും. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ ചെയ്ത് തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നിനക്ക് ചെയ്ത് തീർക്കാനുള്ള സമയമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് എൻ്റെ ടീച്ചർ ചോദിച്ചു. അപ്പം നീ ഇന്ന് ചെയ്യേണ്ടത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ റെഗുലൻസ് പ്രൊസീഡിയം ത്തിനോട് ഞാൻ പറയാം പരീക്ഷ മാറ്റി വെക്കാമെന്ന്. അങ്ങനെ ടീച്ചറിൻ്റെ ഇടപെടലിലൂടെ എൻ്റെ പരീക്ഷ രണ്ടാമത് മാറ്റിവെച്ചു. അങ്ങനെ രണ്ടാമത് മാറ്റിവെച്ചു എനിക്കൊരു ദിവസം തന്നു. അങ്ങനെ രണ്ടാമത്തെ പരീക്ഷയാണെങ്കിലും ഇതുപോലെ തന്നെ എനിക്ക് കിട്ടിയ പേഷ്യൻറ്റ്, എൻ്റെ മെയിൻ പേഷ്യൻറ്റ്, എനിക്ക് 2 പേഷ്യൻ്റാണ് കിട്ടിയത്. രണ്ടാമത്തെ പേഷ്യൻറ്റ് ആദ്യത്തെ ദിവസം ഞാനിതുപോലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ പേഷ്യൻറ്റ് താഴെ വീണ് കാലൊടിഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് പോയതിന് ശേഷം എൻ്റെ ടീച്ചറും എല്ലാവരും പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല, നീ അതുപോലെ അനുസരിച്ച് പിറ്റേ ദിവസം കെയർ ചെയ്താൽ മതി, ഫ്ലേഗ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം ഞാൻ രാവിലെ വന്നിട്ട് കേൾക്കുന്നത് ആ പേഷ്യൻ്റ് മരിച്ചുപോയി എന്നാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലാണ്ട് ഒരവസ്ഥയിലായിരുന്നു. അപ്പം അപ്പോഴും ഞാൻ വിശ്വസിച്ചത് മാതാവിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉപ്പും എല്ലാം ഞാൻ ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇട്ടതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു.
അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ ടീച്ചർ പിന്നെയും വന്നു. ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, നിനക്ക് വേറെ പുതിയ പേഷ്യൻറ്റിനെ തരാം. അങ്ങനെ പിന്നീടും എനിക്ക് പുതിയ പേഷ്യൻറ്റിനെ കിട്ടി. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ആ പേഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, ആ പേഷ്യൻ്റാണെങ്കിൽ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് ആ പേഷ്യൻ്റ് പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ ടീച്ചറിനോട് പറഞ്ഞു ഇവളെ തോൽപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്, ഇവളെ നന്നായി ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ മ്യൂണിലിഷ പരീക്ഷയ്ക്ക്, അതായത് എൻ്റെ ഓറൽ എക്സാമിനാണെങ്കിലും ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ അത് ഓരോ ചോദ്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ 26-ാം തീയതി ആണ് എനിക്ക് എൻ്റെ പരീക്ഷ കഴിയുന്നത്. 27-ാം തീയതി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, എൻ്റെ കൈകളിൽ കിട്ടി. ഈശോയോടും അമ്മയോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഇനി ജോലിക്ക് കയറേണ്ട ദിവസം മെയ് 1-ാം തീയതിയാണ്. ഏപ്രിൽ 1-ാം തീയതിയാണ് അപ്പയും ഞാനും ഡേറ്റ് ഇട്ടത്. പക്ഷേ എനിക്കിവിടെ വന്ന് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു മാസം ഞാൻ ലീവ് എടുത്താണ് വന്നത്. എന്നിട്ട് ഞാൻ മെയ് 1-ാം തീയതി ജോലിക്ക് കയറും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ദ ഗോഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് എനിക്ക് തന്നിരിക്കുന്നത്. എല്ലാത്തിനും അമ്മ മാതാവിനോടും ഈശോയോടും ഒത്തിരി നന്ദി. സങ്കീർത്തനങ്ങൾ 138, 7, 8 തിരുവചനങ്ങൾ. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബിജു ജോൺ എന്ന ഈ മകനും മകൾ ജിഷയും കണ്ണുനീരോടുകൂടി വലിയ ക്ലേശകാലത്ത് പരിശുദ്ധമ്മയുടെ അതിലും വലിയ സംരക്ഷണം ലഭിച്ചതിനെ നന്ദിയോടും സന്തോഷത്തോടും അമ്മയുടെ തിരുവൾത്താരയിൽ ഏറ്റുപറയുകയാണ്. മകൾ പഠനം തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്യൂട്ടർ വല്ലാതെ മകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് ആദ്യ മകൾ സൂചിപ്പിച്ചത്. മകൾ മാത്രം ഒരു മലയാളിയായി ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ സഹകരണം ഒട്ടും ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയതാണ് മകളെ കടന്നുപോയ സാഹചര്യങ്ങൾ. ഈ 2 പ്രതിസന്ധികളും മകളെ വല്ലാതെ ആ പഠന മേഖലയിൽ മുന്നോട്ട് പോകുവാൻ നിരന്തരം തളർത്തിക്കൊണ്ടിരുന്നു. ആ ഒരു ക്ലേശം കണ്ടുകൊണ്ടാണ് അപ്പച്ചൻ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്, മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അപ്പൻ പറയുന്നുണ്ട്, ആ മകളുടെ വിഷയങ്ങളെയാണ് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതെന്ന്. മകൾ ആ പഠനത്തിൻ്റെ അവസാന നാളുകളെത്തുമ്പോൾ പ്രശ്നങ്ങൾ അധികരിച്ചു വരികയും ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവാത്ത വിധം പഠനം തന്നെ പാതിവഴിയിൽ നിലച്ച് തിരികെ വരേണ്ടി വരുമോ എന്നൊരാശങ്കയുടെ നാളുകളിലാണ് ജനുവരി മാസം മകൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഒത്തിരി കാര്യങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് മകളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ബലപ്പെടുത്തുന്നതിന് വേണ്ടി നൽകുന്നുണ്ട്. ട്യൂട്ടർ മാറി മറ്റൊരാളെ തിരഞ്ഞെടുക്കുവാൻ മകൾക്ക് ഭാഗ്യം ലഭിച്ചു. കൂടെയുണ്ടായിരുന്ന സ്റ്റുഡൻസ് മകളോട് സൗഹൃദത്തിലും സ്നേഹത്തിലും ഇടപഴകുവാനും സംസാരിക്കുവാനും തുടങ്ങി. പരീക്ഷയ്ക്ക് വേണ്ടി ശാന്തതയോടുകൂടി ഒരുങ്ങുവാൻ സാധിച്ചു. മകൾ പിന്നീട് പറയുന്നത് പരീക്ഷാ ദിവസങ്ങളിലെ വലിയ ക്ലേശങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടുന്ന് വ്യത്യസ്തമായിട്ട് ഓരോ 2 പേഷ്യൻസ് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ശുശ്രൂഷിച്ച് അവരുടെ ഒരു മെറിറ്റ് കൂടി കിട്ടുമ്പോഴാണ് നഴ്സിങ്ങിൻ്റെ കോഴ്സ് പരീക്ഷ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കേസ് ഹിസ്റ്ററി തയ്യാറാക്കുക, അവരെ നന്നായി പരിചരിക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, അവർക്ക് താനൊരു നേഴ്സെന്ന രീതിയിൽ അവർക്കൊരു ഇംപ്രഷൻ കൊടുക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയാണ് പരീക്ഷയുടെ ദിവസങ്ങളിൽ ആദ്യം 2 പേരെ കൊടുത്തു. അതിൽ പ്രയാസങ്ങളുണ്ടായി. ഒരാൾ വീണു, പിന്നെ മാറ്റേണ്ടി വന്നു.
പിന്നീട് 2 പേരെ കൊടുത്തു, അതിലൊരാൾ മരിച്ചുപോയി. അങ്ങനെ തുടർച്ചയായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, ആ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരന്തരമായിട്ട് പ്രതീക്ഷിക്കാത്ത, വേദനിപ്പിക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നു. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം എൻ്റെ അമ്മ മാതാവ് ആത്മബലത്തോടുകൂടി ആ പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും നേരിടുവാൻ എന്നെ സഹായിച്ചുവെന്ന്. എത്ര കണ്ട് ഗദ്ഗതത്തോടുകൂടി ഹൃദയം നൊന്ത് കരഞ്ഞാണ് മകളുടെ ഓരോ വാക്കും നമ്മൾ ശ്രവിച്ചത്. കാരണം അവൾ കടന്നുപോയ പീഡാനുഭവം മുഴുവനും അവരുടെ വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് എല്ലാം കൈവിട്ടു പോകുന്നു, മാർക്ക് കുറഞ്ഞു പോകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ടീച്ചർ നിലകൊള്ളുകയും വാദിക്കുകയും മാർക്കുകൾ നേടിത്തരികയും അങ്ങനെ എൻ്റെ കോഴ്സ് പൂർത്തീകരിക്കുവാനും വിജയിക്കുവാനും മികച്ച രീതിയിൽ പൂർത്തീകരിക്കുവാനും എൻ്റെ ടീച്ചർ അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എന്നെ സഹായിച്ചുവെന്നാണ്. നമ്മൾ സ്വയം അശക്തരാകുമ്പോൾ, നിസ്സഹായരാകുമ്പോൾ, നാം പോലും അറിയാത്ത പ്രശ്നങ്ങൾക്ക് കുറ്റക്കാരായി വേദനിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി കൂടെ നിന്ന് നമ്മളെ സഹായിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനും ഒരമ്മ കൂടെയുണ്ട് എന്നത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ്. അമ്മ മാതാവ് സഞ്ചാരി മാതാവാണ്, സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ്, ഭാരങ്ങൾ ലഘൂകരിച്ചു തന്ന ജീവിതത്തെ ശുഭകരമാക്കുന്ന അമ്മയാണ്. ആ എല്ലാ മേഖലകളും ഉടമ്പടി കണ്ടൻസും മകളുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാവും. അപ്പനും മോളും ഒരുപോലെ തന്നെ ഏപ്രിൽ 1 എന്നൊരു തീയതിയിട്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 2 പേരും ഒരുപോലെ പറഞ്ഞു, 27-ാം തീയതി സർട്ടിഫിക്കറ്റ് കിട്ടി, 1-ാം തീയതിയോടുകൂടി ജോലി ശരിയായി, 1 മാസത്തെ അവധിയെടുത്ത് ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി മാത്രം ജർമ്മനിയിൽ നിന്നും ഇവിടെ എത്തിയെന്നാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിൽ എത്ര തകർന്നു കിടക്കുന്ന ജീവിത വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താലും അമ്മ ഏറ്റെടുത്താൽ അതിനുമേൽ തീരുമാനമുണ്ടാവും, അത് ഗുണകരമായ തീരുമാനമാവും, നമുക്ക് സന്തോഷവും ഭാവിയും നൽകുന്ന തീരുമാനമാവും. അതുകൊണ്ട് ഉടമ്പടി ഒരു ഉറപ്പാണ്, ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന്. നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അനുഭവിച്ചുകൊണ്ട് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ മകൾക്കും ഈ കുടുംബത്തിനും ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.